റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന കരാർ താൽക്കാലിക ജീവനക്കാരുടെ കണക്കില്ലാതെ സർക്കാർ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കയറിയവരുടെയും കണക്ക് ക്രോഡീകരിച്ച് സൂക്ഷിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. നിയമിക്കുന്ന താൽക്കാലിക ജീവനക്കാരുടെ പട്ടികയിൽ സംവരണ തത്വം പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഇതുതന്നെയായിരുന്നു മറുപടി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി സംസ്ഥാനത്ത് പിൻവാതിൽ നിയമനം ആയിരക്കണക്കിന് നടത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. ടി വി പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി താൽക്കാലിക ജീവനക്കാരുടെ എൻട്രിയാണിപ്പോൾ പല സർവീസുകളിലും നടക്കുന്നത്. അത് തദ്ദേശ സ്ഥാപനം മുതൽ വിവിധ കോർപ്പറേഷൻ ബോർഡുകളിൽ വരെ നടക്കുന്നത് ഈ നിയമനമാണ്. ഇവിടെ എത്ര താൽക്കാലിക ജീവനക്കാരുണ്ട്, അവിടെ സംവരണ തത്വങ്ങൾ പാലിക്കുന്നുണ്ടോ തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായി ഉത്തരം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ലേ എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തി ആക്കി പിന്നാമ്പുറ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനമാണ് പലയിടത്തും നടക്കുന്നതെന്നല്ലേ വ്യക്തമാകുന്നത്? ഉറപ്പായും അരുൺ, കൃത്യമായി മറുപടി പറഞ്ഞാൽ അത് വലിയ വാർത്തയാകും, വിവാദമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയുടെ ചോദ്യം പൂഴ്ത്തിവെച്ചത്. 25/1/2025 ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ 25-ാം തീയതി കൊടുക്കേണ്ട മറുപടിയാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസമാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ദിവസങ്ങളിലൊന്നും ഈ ചോദ്യത്തിന്റെ മറുപടി അപ്ലോഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല അരുൺ, സമീപകാലത്ത് കാണുന്ന ഒരു പ്രത്യേകത, എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ മറുപടി ഉണ്ടാക്കി കൊടുക്കാൻ ധൈര്യം വരുന്നത് എന്നറിയില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 4-5 ചോദ്യങ്ങളുണ്ടെങ്കിൽ ഏത് ഉത്തരമാണോ തുടങ്ങുന്നത് അതേ ഉത്തരം എല്ലാ ചോദ്യത്തിനും കോപ്പി പേസ്റ്റ് ചെയ്ത് നിയമസഭയെ തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ് പല മറുപടിയും. സംസ്ഥാനത്ത് ആകെ എത്ര താൽക്കാലികക്കാരുണ്ട്, എത്ര കരാറുകാരുണ്ട്, അതിൽ എത്ര പേർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വന്നവരാണ്, അതിൽ എത്ര പേരെ സ്ഥിരപ്പെടുത്തി, ഇതൊക്കെ സംവരണ തത്വം പാലിച്ചിട്ടാണോ എന്ന് പറയുന്ന കേരളീയ സമൂഹത്തിന് അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയം, ആ വിഷയത്തിൽ കണക്ക് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന അലസമായ മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാം അരുൺ. സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ വിവിധ സർക്കാർ വകുപ്പുകളിലും കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലും സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയല്ലാതെ നടത്തിയിട്ടുള്ള കരാർ താൽക്കാലിക നിയമനങ്ങളുടെ ഇനം തിരിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? മറുപടി ഇതാണ് അരുൺ. വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നടത്തുന്ന കരാർ താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ തലത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല. അതിലാണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, സംവരണ തത്വം പാലിച്ചിട്ടാണോ നിയമനങ്ങൾ നടത്തിയത്? അതിനും ഞാൻ നേരത്തെ വായിച്ച അതേ മറുപടിയാണ്. പ്രസ്തുത സ്ഥാപനങ്ങളിൽ എത്ര താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തി? അതിനും അതേ കോപ്പി പേസ്റ്റ് മറുപടിയാണ്. പിന്നെ ഓരോ വകുപ്പുകളായി ചോദിച്ചു, അതിനും ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന മറുപടിയാണ്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, നമ്മുടെ ആരോഗ്യ വകുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബോർഡുകളിലും കോർപ്പറേഷനുകളിലും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് പിൻവാതിൽ നിയമനങ്ങളാണ് ഈ സർക്കാരും ഇതിന് തൊട്ടു മുമ്പുള്ള സർക്കാരും ഇനിയിപ്പോൾ UDF സർക്കാരും എല്ലാവരും നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിന്റെ കണക്ക് സൂക്ഷിക്കുക, അത് ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും മുഖ്യമന്ത്രി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ വീഴ്ച. അരുൺ, ടി വി പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാർത്തയെ സാധൂകരിക്കുന്ന മറ്റു ചില വാർത്തകൾ കൂടി ഇതോടൊപ്പം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ കയ്യിൽ വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ജീവനക്കാരുടെ ക്രോഡീകരിച്ച ഒരു ലിസ്റ്റ് ഇല്ലാതെ പോകുന്നത്? ഉണ്ടാകേണ്ടതല്ലേ? ഇത്തരം ചോദ്യം വരുന്ന ഘട്ടങ്ങളിലെങ്കിലും വിവിധ വകുപ്പുകളിൽ എത്ര താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ക്രോഡീകരിച്ച കണക്ക് സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? എംപ്ലോയ്മെന്റ്